കുംഭരാശിക്കാരെ സംബന്ധിച്ച് അവിട്ടത്തിൻ്റെ അരയും ചതയവും പൂരോരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും കൂടിയതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഏഴരശനിയാണ്. ജന്മത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ ഇപ്പോൾ 2ലേക്ക് പോകുന്നു. അപ്പോൾ ഏഴരശനിയിൽ 12 നിന്നു, ജന്മത്തിൽ നിന്നു 2ലേക്ക്. അപ്പോൾ അത് 2ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങുകയാണ് നമുക്ക്. അപ്പോൾ 2.5 വർഷം കൂടി, അങ്ങനെ 7.5 കൊല്ലം. അപ്പോൾ ആ ഒരു കുംഭരാശിക്കാർ 2.5 വർഷം കൂടി ഏഴരശനിയാണ്. 2ലേക്ക് വരുമ്പോൾ ശനി നമ്മുടെ നിധികോശം, ധനം, വാക്കാണ്. വാക്കുകളിലൂടെ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങൾ നേടാൻ സാധിക്കും. നമ്മുടെ വാക്ക് വളരെയധികം നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ഇതിൽ ശനീശ്വരൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതും വ്യാഴക്ഷേത്രത്തിലാവുമ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്താലും, നമ്മളൊരു ബാങ്ക് മേഖലയിൽ പോവുകയാണെങ്കിലും സാമ്പത്തികമായിട്ടൊരു ചർച്ച നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയാം. അഥവാ അവിടെ പെട്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. ശനി 2ൽ വരുമ്പോൾ സംസാരം വളരെ കുറയ്ക്കുക എന്നാണ് പറയുക. അതാ ഗുരുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പം ഇത്തിരി നേരം നമ്മൾ സംസാരം കുറച്ചിരുന്നാലും ആരൊന്നും പറയില്ല എന്ന്. അപ്പോൾ ആ ഗുരുവിൻ്റെ പോലെ ജ്ഞാനത്തോടു കൂടി നമ്മൾ ഇരിക്കുക. ശനിയാണ് 2ൽ. പെട്ടെന്ന് എടുത്തടിച്ച് ഒന്നിൽ പോയി ഒപ്പിടാതിരിക്കുക, എടുത്തടിച്ച് ഒന്നിലും പോയി ചാടാതിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള എന്ത് തിരിമറി ചെയ്യുമ്പോഴും, അതുപോലെ മേടിക്കുക, വാഹനങ്ങൾ മേടിക്കാം, ഭൂമി മേടിക്കാം, വീട് മേടിക്കാം, ഇതൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴക്ഷേത്രമാണ്. ഗുരുവിനോടും കുടുംബത്തിലും നമ്മൾ ഉപാസിക്കുന്ന ദേവതകളോടൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു മീറ്റിങ്ങിന് പോവുക. അവിടെ എത്തുമ്പോൾ നമുക്ക് നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരും. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ കുംഭക്കൂറുകാർക്കും ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും.